നമ്മളിന്ന് നോക്കുന്നത് മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ ആണ്. അതിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ഭാഗം, അധ്യായം 13. നിങ്ങൾ നൽകിയ ഈ രേഖകളിലൊക്കെ ഇതിനാണ് ഏറ്റവും പ്രാധാന്യം. കാരണം ഇവിടെ കഥ പറയുന്നത് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ അല്ല, മറിച്ച് അദ്ദേഹം ഉണ്ടാക്കിയ നമ്മൾ ഇതുവരെ ഒരു ഭീകരജീവിയായി മാത്രം കണ്ട ആ സൃഷ്ടിയാണ്. അതെ, അവന്റെ കണ്ണുകളിലൂടെ, അവന്റെ വാക്കുകളിലൂടെ നമ്മൾ ലോകത്തെ കാണാൻ പോകുകയാണ്. അറിവ് ഒരു ജീവിയെ എങ്ങനെ മാറ്റുന്നു, അതേസമയം എങ്ങനെ വേദനിപ്പിക്കുന്നു എന്നു മനസ്സിലാക്കലാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. തീർച്ചയായും ഇതൊരു വലിയൊരു ഗതിമാറ്റമാണ് കഥയില്. അതുവരെ നമ്മൾ കേട്ട ഭീകര കഥയല്ല ഇത്. അല്ല, ഇവിടെയാണ് കഥാപാത്രത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഒരു രാക്ഷസനായി നമ്മൾ കണ്ട ഒന്നിന് എന്താ പറയാ, ചിന്തകളും വികാരങ്ങളും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാണ്. അതെ, അവന്റെ ഭാഗം കേൾക്കാൻ നമ്മൾ നിർബന്ധിതരാവുന്നു. കൃത്യമായി. മേരി ഷെല്ലി വായനക്കാരന്റെ മനസാക്ഷിയെ തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. കഥയുടെ തുടക്കം പക്ഷെ വളരെ മനോഹരമാണ്, അല്ലേ? അതെ, നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു തുടക്കമാണ്. ഒരു നീണ്ട ശൈത്യകാലമൊക്കെ കഴിഞ്ഞ് വസന്തം വരുന്നു. പ്രകൃതിയിലാകെ ഒരു ഉണർവ്. ഈ മാറ്റം ആ ജീവിയുടെ മനസ്സിലും സന്തോഷം നിറയ്ക്കുന്നുണ്ട്. അവൻ കഴിഞ്ഞ കുറേ നാളായി ഡി ലേസി എന്നൊരു പാവപ്പെട്ട കുടുംബത്തെ രഹസ്യമായി നിരീക്ഷിച്ച് ജീവിക്കുകയാണല്ലോ. അതെ, ഒരു കുടിലിന് പുറകിൽ ഒളിച്ചിരുന്ന്. അതെ, അവരുടെ സ്നേഹം, അവരുടെ സംസാരം, ഇതൊക്കെയാണ് അവന്റെ ലോകം. അപ്പോഴാണ് കഥയിലേക്ക് പുതിയൊരാൾ വരുന്നത്. ആ സുന്ദരിയായ സ്ത്രീ. അതെ, കറുത്ത വസ്ത്രവും മുഖപടവുമൊക്കെ ധരിച്ച സേഫി. അവളെ അവൻ അറേബ്യൻ എന്നാണ് വിളിക്കുന്നത്. അവളുടെ വരവ് ആ വീട്ടിലെ, പ്രത്യേകിച്ച് ഫീലിക്സ് എന്ന ചെറുപ്പക്കാരന്റെ ദുഃഖമൊക്കെ മാറ്റുന്നു. എനിക്കേറ്റവും അവിശ്വസനീയമായി തോന്നിയത് ഇതിനു ശേഷമുള്ള കാര്യമാണ്. സേഫിക്ക് അവരുടെ ഭാഷയായ ഫ്രഞ്ച് അറിയില്ല. അപ്പ ആ കുടുംബം അവളെ ഭാഷ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. ഇത് ഒളിഞ്ഞിരുന്ന് കേൾക്കുന്ന ആ ജീവി തനിക്കും ഇത് പഠിക്കാൻ പറ്റുമെന്ന് തിരിച്ചറിയുന്നു. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ആരും അവനെ പഠിപ്പിക്കുന്നില്ല, പുസ്തകങ്ങളുമില്ല, ഒന്നുമില്ല. കേവലം ശബ്ദങ്ങൾ കേട്ട്, വാക്കുകൾ കേട്ട് അതിന്റെ അർത്ഥം അവൻ സ്വയം കണ്ടെത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ സേഫിയേക്കാൾ വേഗത്തിൽ അവൻ പഠിക്കുന്നുണ്ട്. അതെ, നോവലിൽ അത് പറയുന്നുണ്ട്. അവന്റെ ബുദ്ധിയുടെ ആ ഒരു തീവ്രതയാണ് അവിടെ കാണിക്കുന്നത്. വെറും വാക്കുകൾ മാത്രമല്ല, സംഗീതം പോലും. രാത്രിയിൽ സേഫി ഗിറ്റാർ വായിച്ച് പാടുന്നത് കേട്ട് അവൻ കരയുന്നുണ്ട്, ആനന്ദം കൊണ്ട്. സംഗീതം അവന്റെ ഉള്ളിൽ അതുവരെ അറിയാത്ത എന്തൊക്കെയോ വികാരങ്ങളെ ഉണർത്തുകയാണ്. അപ്പോൾ ഭാഷ പഠിക്കാനുള്ള അവന്റെ ആ ഒരു തീരുമാനം, അതൊരു കൗതുകം കൊണ്ടായിരുന്നില്ല. അല്ല, അത് മനുഷ്യരുമായി ബന്ധപ്പെടാനും അവൻ പുറത്തുനിന്ന ആരാധനയോടെ കാണുന്ന ആ സ്നേഹത്തിന്റെ ഭാഗമാകാനുമുള്ള ഒരു തീവ്രമായ ആഗ്രഹമായിരുന്നു, അല്ലേ? തീർച്ചയായും. അതായിരുന്നു അവന്റെ ഒരേയൊരു ലക്ഷ്യം, ആ കുടുംബത്തിന്റെ ഭാഗമാകുക. പക്ഷേ ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി അവനെക്കൊണ്ടെത്തിച്ചതും മറ്റൊരിടത്തായിരുന്നു. അതെ, ഭാഷ പഠിച്ചതോടെ അവനൊരു പുതിയ ലോകം തുറന്നു കിട്ടി. ഫീലിക്സ് സേഫിയെ ചരിത്രം പഠിപ്പിക്കാൻ വോൾണിയുടെ റൂയിൻസ് ഓഫ് എംപയേഴ്സ് എന്നൊരു പുസ്തകം ഉറക്കെ വായിച്ചു കൊടുക്കുമായിരുന്നു. ആ വായനയിലൂടെയാണ് അവനെല്ലാം പഠിക്കുന്നത്. അതെ, മനുഷ്യരാശിയുടെ കഥ മുഴുവൻ അവൻ പഠിക്കുകയാണ്. അതൊരു രസകരമായ പോയിന്റാണ്. കാരണം സാധാരണഗതിയിൽ അറിവ് നമ്മളെ ശക്തരാക്കുകയാണ് ചെയ്യുക. പക്ഷേ നിങ്ങൾ നൽകിയ ഈ ഭാഗത്ത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അതെ, മനുഷ്യചരിത്രത്തെയും സമൂഹത്തെയും കുറിച്ച് കൂടുതൽ അറിയുന്തോറും അവൻ കൂടുതൽ ദുർബലനായി മാറുകയാണ്. എന്തുകൊണ്ടാണത്? കാരണം അവൻ പഠിക്കുന്നത് മനുഷ്യന്റെ മഹത്വം മാത്രമല്ല, അവന്റെ ക്രൂരത കൂടിയാണ്. രണ്ടും പഠിക്കുന്നുണ്ട്. അതെ, ഒരു വശത്ത് പുരാതന ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും മഹത്തായ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നു. മറുവശത്ത് യുദ്ധങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, സാമ്രാജ്യങ്ങൾ എങ്ങനെ കെട്ടിപ്പടുത്തു, എങ്ങനെ തകർന്നടിഞ്ഞു, ഇതൊക്കെ അവൻ മനസ്സിലാക്കുന്നു. അമേരിക്കയിലെ തദ്ദേശീയരെ യൂറോപ്യന്മാർ കൊന്നൊടുക്കിയതിനെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോഴവൻ അത്ഭുതപ്പെടുന്നുണ്ട്. അതെ, മനുഷ്യനെന്ന ജീവിക്ക് ഒരേ സമയം ഇത്ര നല്ലവനും ഇത്ര ക്രൂരനുമാകാൻ കഴിയുമോ എന്നവൻ ചിന്തിക്കുന്നു. നിങ്ങൾ ഈ ഭാഗം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചോ? ഇവിടെ മേരി ഷെല്ലി ആ കാലഘട്ടത്തിലെ ഒരു പ്രധാന ആശയം കൊണ്ടുവരുന്നുണ്ട്. അതായത് ശാസ്ത്രവും യുക്തിയും എല്ലാത്തിനും പരിഹാരമാണെന്ന് കരുതിയ ജ്ഞാനോദയ കാലഘട്ടത്തോടുള്ളൊരുതരം വിമർശനം. വളരെ ശരിയാണ്. ഇവിടെ അവൻ യുക്തിസഹമായ അറിവ് നേടുമ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നില്ല, മറിച്ച് അവന്റെ ദുഃഖം കൂടുകയാണ് ചെയ്യുന്നത്. അതൊരു വലിയ വൈരുദ്ധ്യമല്ലേ? തീർച്ചയായും. ആ ജീവി ശരിക്കും ജ്ഞാനോദയത്തിന്റെ ഒരു പരീക്ഷണ വസ്തു തന്നെയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് വരുന്നവൻ. പക്ഷേ ആ അറിവ് അവന് നൽകുന്നത് ലോകത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വേദനിപ്പിക്കുന്ന തിരിച്ചറിവാണ്. ചരിത്രം മാത്രമല്ലല്ലോ അവൻ പഠിക്കുന്നത്. അല്ല, അതിനൊപ്പം അവൻ സമൂഹത്തിന്റെ ഘടനയും പഠിക്കുന്നു. പണം, കുടുംബമഹിമ, സാമൂഹിക പദവി,
ഇതൊക്കെയാണ് മനുഷ്യനെ അളക്കാനുള്ള കോലുകൾ എന്നവൻ മനസ്സിലാക്കുന്നു. നല്ല ഗുണങ്ങളെക്കാൾ സമൂഹം വിലമതിക്കുന്നത് ഇത്തരം പുറമേയുള്ള കാര്യങ്ങളെയാണ് എന്ന തിരിച്ചറിവ്. അതെ, ആ തിരിച്ചറിവ് അവനെ തകർത്ത് കളഞ്ഞു. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഭാഗം വരുന്നത്, അല്ലേ? അവൻ പഠിച്ച കാര്യങ്ങൾ സ്വന്തം ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നു. സമൂഹം വിലമതിക്കുന്നതൊന്നും തനിക്കില്ലെന്ന് അവൻ തിരിച്ചറിയുന്നു. അവന് പണമില്ല, കൂട്ടുകാരില്ല, അവനെ സ്നേഹിക്കാൻ ആരുമില്ല. എന്തിന്, അവന് സ്വന്തമായൊരു പേരുപോലുമില്ല. താൻ എവിടെ നിന്ന് വന്നു എന്നുപോലും അവനറിയില്ല. ഒന്നും അറിയില്ല. ആ ഒരു തിരിച്ചറിവിന്റെ ഭീകരതയിലാണ് അവൻ സ്വയം ആ ചോദ്യം ചോദിക്കുന്നത്. ഒരുപക്ഷെ നോവലിലെ തന്നെ ഏറ്റവും ശക്തമായ വരികളിലൊന്ന്. ഏതാണത്? "Was I then a monster?" അപ്പോൾ ഞാനൊരു രാക്ഷസനായിരുന്നു? അതെ, ആ ഒറ്റ ചോദ്യത്തിൽ അവന്റെ മുഴുവൻ വേദനയുണ്ട്, നിസ്സഹായതയുണ്ട്. അതുവരെ താൻ വിരൂപനാണെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷെ ഇപ്പോൾ സാമൂഹികമായ എല്ലാ അർത്ഥത്തിലും താനൊരു പുറന്തള്ളപ്പെട്ടവനാണെന്ന്, ഒരു രാക്ഷസനാണെന്ന് അവൻ തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിനു ശേഷം അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കുറിപ്പുകളിലും അത് വ്യക്തമാണ്. സോറോ ഓൺലി ഇൻക്രീസ്ഡ് വിത്ത് നോളജ്. അറിവ് കൂടിയപ്പോൾ ദുഃഖം കൂടുകയാണുണ്ടായത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും അവനോടൊരു സഹതാപം തോന്നിപ്പോകും. അറിവില്ലാതെ വിശപ്പും ദാഹവും മാത്രം അറിഞ്ഞ് കാടിൽ കഴിഞ്ഞിരുന്ന ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അറിവില്ലായ്മ ഒരു അനുഗ്രഹമായിരുന്നുവെന്നവൻ തിരിച്ചറിയുന്നു. അതെ, അവൻ ആരാധനയോടെ നോക്കുന്ന ആ ഡീലേസി കുടുംബം പോലും അവന്റെ വേദന കൂട്ടുകയാണ്. ആ അന്ധനായ പിതാവും മക്കളും തമ്മിലുള്ള സ്നേഹം കാണുംതോറും തനിക്കതൊന്നും ഒരിക്കലും കിട്ടില്ലെന്നവൻ ഓർക്കുകയാണ്. മാതാപിതാക്കളുടെ സ്നേഹം, സഹോദരങ്ങളുടെ കരുതൽ, ഇതൊക്കെ എന്താണെന്ന് അവൻ പഠിക്കുന്നത് മറ്റുള്ളവരെ കണ്ടിട്ടാണ്. അതെ, അതൊരിക്കലും തനിക്ക് ലഭിക്കില്ലെന്ന വേദനയോടെ അവന്റെ ആ ഭീകരരൂപം കാരണം ആരും അവനെ സ്നേഹത്തോടെ നോക്കുക പോലുമില്ലെന്നവനറിയാം. ഈ അറിവ് പിന്നീട് അവനെ വിട്ടുപോകാത്ത ഒന്നായി മാറുന്നു. നോവലിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു പാറയിൽ പറ്റിപ്പിടിച്ച പായൽ പോലെ, ലൈക്ക് എ ലൈക്കൻ ഓൺ ദ റോക്ക്. അതെ, അത് അവന്റെ മനസ്സിലങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മരണത്തിന് മാത്രമേ കഴിയൂ എന്നുവരെ അവൻ ചിന്തിക്കുന്നുണ്ട്. ആ ചിന്ത പക്ഷെ പതിയെ മാറുന്നുണ്ട്. ദുഃഖത്തിൽ നിന്ന് ഒരുതരം അമർഷത്തിലേക്ക്, ഒരു അനീതിബോധത്തിലേക്ക് അവൻ മാറുന്നത് ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം. തന്നോട് കാണിച്ച അനീതി. അതെ, മറ്റെല്ലാവർക്കും സ്നേഹവും സന്തോഷവും നൽകുമ്പോൾ എന്തുകൊണ്ടാണ് തന്റെ സൃഷ്ടാവ് തന്നെ മാത്രം ഇങ്ങനെ വിരൂപനും ഒറ്റപ്പെട്ടവനുമാക്കി മാറ്റിയത് എന്ന ചോദ്യം അവന്റെ ഉള്ളിൽ വരുന്നു. ഇത് പിന്നീട് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈനോടുള്ള അവന്റെ അടങ്ങാത്ത പകയായി മാറുന്നതിന്റെ ആദ്യപടിയാണ്. ഈ അധ്യായം മുഴുവൻ അവന്റെ കാഴ്ചപ്പാടിലൂടെ കഥ പറയുന്നതുകൊണ്ട് നമ്മൾ വായനക്കാർ അവന്റെ പക്ഷം ചേരാൻ നിർബന്ധിതരാവുകയാണ്. മേരി ഷെല്ലിയുടെ ഈ ഒരു ആഖ്യാനതന്ത്രം, അത് കഥയെ എങ്ങനെയാണ് ഒരു സാധാരണ ഹൊറർ സ്റ്റോറിയിൽ നിന്ന് ഉയർത്തുന്നത്? ഇത് കഥയുടെ കാതൽ തന്നെയാണ്. ഒരു രാക്ഷസന് ശബ്ദം നൽകുന്നതിലൂടെ അവർ എന്താണ് ലക്ഷ്യമിടുന്നത്? ശരിക്കും വായനക്കാരന്റെ മുൻവിധികളെയാണ് മേരി ഷെല്ലി തകർക്കുന്നത്. അതുവരെ വിക്ടറിന്റെ കണ്ണിലൂടെ നാം കണ്ട ഭീകരരൂപിയായ ഒരു വസ്തു, അതെ, അതൊരു വ്യക്തിയായി മാറുന്നു. ചിന്തിക്കുകയും സ്നേഹിക്കുകയും വേദന അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. നമ്മൾ അവനെ മനസ്സിലാക്കാൻ തുടങ്ങുന്നു, അവന്റെ ഭാഗം കേൾക്കാൻ തുടങ്ങുന്നു. യഥാർത്ഥ രാക്ഷസൻ ആരാണ് എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. തീർച്ചയായും. ഉപേക്ഷിക്കപ്പെട്ട, സ്നേഹത്തിനു വേണ്ടി ദാഹിക്കുന്ന ഈ ജീവിയാണോ, അതോ അതിനെ ഉണ്ടാക്കിയിട്ട് അതിന്റെ രൂപം കണ്ട് പേടിച്ച് ഓടിയൊളിച്ച ഡോക്ടർ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ആണോ? കൃത്യമായി ആ ചോദ്യം ചോദിപ്പിക്കുക എന്നതാണ് മേരി ഷെല്ലിയുടെ ലക്ഷ്യം. ഈ ആഖ്യാന രീതി കഥയെ വെറുമൊരു ഹൊറർ സ്റ്റോറിയിൽ നിന്ന് ധാർമ്മികവും തത്വശാസ്ത്രപരവുമായ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു. രൂപം കണ്ട് ആളുകളെ വിലയിരുത്തുന്ന സമൂഹത്തെ ചോദ്യം ചെയ്യുന്നു. അതെ, സ്നേഹവും കൂട്ടും ആഗ്രഹിക്കുന്നത് ഏതൊരു ജീവിയുടെയും അടിസ്ഥാനപരമായ ആവശ്യമാണ്. അത് നിഷേധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഭയാനകമായിരിക്കും എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. സഹതാപം മാത്രമല്ല, ഒരു പക്ഷെ നമ്മൾ അവനുമായി ഒരു താദാത്മ്യം പ്രാപിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവന്റെ ഒറ്റപ്പെടൽ, അംഗീകാരത്തിനായുള്ള ദാഹം, അതെ, അറിവുണ്ടാക്കുന്ന വേദന, ഇതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യന്റെ അനുഭവങ്ങളുടെ ഭാഗം തന്നെയാണ്. തീർച്ചയായും. ഷെല്ലി അവനൊരു ശബ്ദം നൽകിയപ്പോൾ അവൾ അവനെ ഒരു രാക്ഷസനിൽ നിന്ന് മനുഷ്യത്വമുള്ള ഒരു ദുരന്ത കഥാപാത്രമാക്കി മാറ്റി. അവന്റെ കഥ കേൾക്കുമ്പോൾ നമ്മൾ വിക്ടറിനെ വെറുത്തുപോകും. അത് ശരിയാണ്. ഒരു സ്രഷ്ടാവ് തന്റെ സൃഷ്ടിയോട് കാണിക്കേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള വലിയൊരു പാഠം കൂടിയാണിത്. അപ്പോൾ ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാന പാഠം ഇതാണ്: അറിവെപ്പോഴും ഒരു വിമോചനമാകണമെന്നില്ല, ചിലപ്പോൾ അതൊരു തടവറയുമാകാം.
ഫ്രാങ്കൻസ്റ്റൈന്റെ ജീവിയെ സംബന്ധിച്ചിടത്തോളം അറിവ് അവന്റെ കണ്ണു തുറപ്പിച്ചു. എന്നാൽ ആ കാഴ്ച അവന് നൽകിയത് ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളാണ്. ഭാഷയും ചരിത്രവും അവനെ മനുഷ്യനാക്കാൻ സഹായിച്ചില്ല. മറിച്ച് താൻ എത്രത്തോളം മനുഷ്യരിൽ നിന്ന് അകലെയാണെന്ന് ഓരോ നിമിഷവും അവനെ ഓർമ്മിപ്പിക്കുകയാണുണ്ടായത്. അതെ. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനൊരു കാര്യം കൂടി തരാം. 1818 എഴുതിയ ഈ നോവൽ ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജനിതക എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളെക്കുറിച്ച് നമ്മോട് എന്താണ് പറയുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. പുതിയ ജീവനുകളെയോ ബുദ്ധിയെയോ ഉണ്ടാക്കുമ്പോൾ അതിന്റെ സ്രഷ്ടാക്കൾക്ക് എന്ത് ധാർമ്മിക ഉത്തരവാദിത്തമാണുള്ളത്? ഒരു AI-യെ മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ളതായി സൃഷ്ടിച്ച ശേഷം അതിന് അവകാശങ്ങളോ സമൂഹത്തിൽ സ്ഥാനമോ നൽകാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഉണ്ടാക്കുക എന്നത് മാത്രമല്ല, അതിനെ പരിപാലിക്കുകയും സമൂഹത്തിൽ അതിനൊരു സ്ഥാനം നൽകുകയും ചെയ്യേണ്ടതില്ലേ? ഫ്രാങ്കൻസ്റ്റൈന്റെ ചോദ്യങ്ങൾ 200 വർഷങ്ങൾക്കിപ്പുറവും പുതിയ രൂപത്തിൽ നമ്മളെ വേട്ടയാടുന്നുണ്ട്.